ചെക്ക് വെദർ ദ റിലേഷൻ ആർ കിട്ടിയില്ല. അപ്പം ഇതിനകത്ത് കിട്ടിയില്ല. അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം. നോക്കൂ നിങ്ങൾ, ഇത് സംഗതി എന്താണ്? ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ. അപ്പോൾ നമ്മുടെ സെറ്റ് നോക്കുക ആദ്യം. റിലേഷൻ എപ്പോഴും എന്ത് പറയും? ഒരു സെറ്റ് തരും. അപ്പം നമ്മുടെ സെറ്റ് എ എന്താണ്? 1 മുതൽ 1, 2 അങ്ങനെ പോയിട്ട് 1, 2, 3, 4 മുതൽ 14 വരെ, 3, 4 മുതൽ 14 വരെയാണ് എന്ത് ഈ സെറ്റ് എന്ന് പറയുന്നത്. എന്നിട്ടോ നമ്മളോട് എക്സ് വൈ ഇതിന്ന് ഏതെങ്കിലും ഒരു പെയർ റിലേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് വൈ എന്നുള്ള പെയർ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് കണ്ടീഷൻ എന്താണ്? 3x - y 0 ആയിരിക്കണം. കണ്ടീഷൻ എന്താണ്? 3x - y എന്താണ്? 0 ആണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും y എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക. മനസ്സിലായില്ലേ? 3x - y 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ y-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 0 + y എന്ന് പറയും. എന്ന് പറഞ്ഞാൽ y 3x = y. അതായത് y = എന്താണ്? x എന്താണോ എടുത്തത് അതിൻ്റെ 3 മടങ്ങാണ്. അപ്പം നമുക്കിനി റോസ്റ്റർ ഫോമിൽ നമുക്ക് എന്തുണ്ടാക്കാം? റിലേഷൻ ഉണ്ടാക്കാം. റിലേഷൻ എങ്ങനെ വരിക? നമുക്ക് 1 എടുക്കാം. 1 എടുത്താൽ y എന്താണ്? അതിൻ്റെ 3 മടങ്ങ്. അപ്പം 3 × 1 എന്ന് പറഞ്ഞാൽ 3. ഇനി 2 എടുക്കാം. 2 എടുത്താൽ അതിൻ്റെ 3 മടങ്ങ് 6 വരും. ഇനി 3 എടുത്താലോ അതിൻ്റെ 3 മടങ്ങ് 9. ഇനി 4 എടുത്താലോ അതിൻ്റെ 3 മടങ്ങ് 12. ഇനി 5 എടുത്താലോ അതിൻ്റെ 3 മടങ്ങ് 15. പക്ഷേ 15 റിലേഷൻ ബേസ്ഡ് ഓൺ എ ആണ്. എനെ ബേസ് ചെയ്തിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ റിലേഷനിലുള്ളവരൊക്കെ എയിലുള്ളവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് 5 പറ്റത്തില്ല. അപ്പോൾ ഇതുവരെയാണ് ഇതിനകത്ത് പറ്റുക. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. വളരെ സിമ്പിൾ അല്ലേ? അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പം ഈ ഐഡിയ വന്നില്ല? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കിയേ. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ സെറ്റ് എ 1, 2, 3, 4, 5 1, 2, 3, 4, 5 1, 2, 3, 4 തൊട്ട് 14 വരെ ഗിവൺ ബൈ റിലേഷൻ. നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ് വൈ ജോഡി എടുക്കാം? കണ്ടീഷൻ എന്താ? 3x - y എന്താണ്? 0 ആണ്. അങ്ങനെ ഇക്വേഷനാണ് കണ്ടീഷൻ എങ്കിൽ നിങ്ങൾ അതിനെ ഏത് ഫോമിലോട്ട് മാറ്റുക? y എന്നുള്ള ഫോമിലോട്ട് മാറ്റുക. അപ്പോൾ ഇക്വേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ y-നെ ഒറ്റക്കാക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ റോസ്റ്റർ ഫോമിലാക്കുക. റോസ്റ്റർ ഫോമിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നെ അതിൻ്റെ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിച്ച് നോക്കൂ. നമുക്ക് എന്താ വന്നത്? 1, 3, 2, 6, 3, 9, 4, 12. ഇതെന്താണ്? ഇതിൽ എല്ലാവർക്കും 1, 1, 2, 2 ഉണ്ടോ? ഇല്ല. അപ്പം തന്നെ ഇത് റിഫ്ലക്സീവ് അല്ല. 1, 1, 2, 2, 3, 3 എക്സെട്ര നോട്ട് എൻ എലമെൻറ്റ് ഇൻ ദിസ് റിലേഷൻ. അപ്പം നിങ്ങൾക്ക് എഴുതാം ചെക്ക് റിഫ്ലക്സീവ് 1, 1, 2, 2, 3, 3 എക്സെട്ര നോട്ട് എൻ എലമെൻറ്റ് ഇൻ ദിസ് റിലേഷൻ. മനസ്സിലായില്ലേ? 3 അതായത് അതിൻ്റെ എലമെൻ്റ് തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ 1, 1, 2, 2, 3, 3 തന്നെ എഴുതിയാലും മതി. അതിനകത്ത് എന്തില്ല? ഇതിനകത്ത് എലമെൻ്റ് അല്ല. അപ്പം നോട്ട് റിഫ്ലക്സീവ്. മനസ്സിലായോ? പിന്നെ ഇനി സിമെട്രിക് എങ്ങനെ നോക്കുക? ഓരോ പെയറുകളും എടുത്തിട്ട് അത് തിരിച്ചിട്ട പെയറും ഉണ്ടോ നോക്കുക. 1, 3 ഉണ്ടെങ്കിൽ എന്ത് വേണം? 3, 1 വേണം. അതില്ല. 2, 6 6, 2 വേണം. അതുമില്ല. സോ ദിസ് ഈസ് നോട്ട് സിമെട്രിക്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം 1, 3 പ്രസൻ്റ് ആണ്. 1, 3 എലമെൻ്റ് ആണ് റിലേഷനിൽ. ബട്ട് എന്തില്ല? 3, 1 നോട്ട് എൻ എലമെൻറ്റ് റിലേഷൻ. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇനി ഇതിൽ എന്ത് എടുക്കുക? ഏതെങ്കിലും ഒരു പെയർ എടുക്കുക. 1, 3 എടുക്കാം. അത് വെച്ച് തുടങ്ങുന്ന രണ്ടാമത്തെ സംഖ്യയിൽ തുടങ്ങുന്ന, അപ്പോൾ നമ്മൾ 1, 3 എടുത്തു. 1, 3 വെച്ച് തുടങ്ങുന്ന 3 വെച്ച് തുടങ്ങുന്ന വേറെ പേരുണ്ടോ നോക്കുക. 3, 9 ഉണ്ട്. അപ്പം 3, 9 ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്തുണ്ടാകണം? ഈ 3കൾ ക്യാൻസലാക്കുക. എന്നിട്ട് 1, 9 ഉണ്ടാകണം. പക്ഷേ 1, 9 ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ 1, 3 ഉണ്ട്, 3, 9 ഉണ്ട്. പക്ഷേ എന്തില്ല? 1, 9 ഇല്ല. സോ ദിസ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം ഇതാണ് അതിനകത്ത് നിങ്ങൾ ട്രാൻസിറ്റീവ്, റിഫ്ലക്സീവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ അതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ചെക്ക് റിഫ്ലക്സീവ്. അപ്പം അതിനകത്ത് എന്ത് പറയുക? അതിനകത്ത് പറയുക 1, 1, 2, 2, 3, 3 നോട്ട് എൻ എലമെൻറ്റ് ഇൻ ദിസ് റിലേഷൻ.
സോ ദിസ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ദിസ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ദിസ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അടുത്തതോ ചെക്ക് സിമ്മട്രിക്. ചെക്ക് സിമ്മട്രിക്. സിമ്മട്രിക് എങ്ങനെ പറയുക? സിമ്മട്രിക് പറയുക 1 1. ഏതൊക്കെ ഉണ്ട് അതിനകത്ത്? അതിനകത്ത് ആദ്യം നമ്മൾ റോസ്റ്റർ ഫോം ഉണ്ടാക്കണമല്ലോ. റോസ്റ്റർ ഫോം ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ R ഈസ് ഈക്വൽ ടു എന്താണ്? റിലേഷൻ XY. നമ്മുടെ റിലേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. റിലേഷൻ അതിനകത്ത് XY പെയർ നമുക്ക് എടുക്കാം. കണ്ടീഷൻ എന്താണ്? 3x - y എന്താണ്? 0 ആണ്. അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് റോസ്റ്റർ ഫോം കിട്ടുന്നത് റിലേഷൻ ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് 1 എടുത്താൽ അതിൻ്റെ 3 മടങ്ങ്. അപ്പോൾ ഇവിടുന്ന് 3x - y 0 എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടീഷൻ ഉണ്ടാക്കണം. 3x - y 0 ഇംപ്ലൈസ് 3x ഈക്വൽ ടു എന്താണ്? 0 + y. 3x ഈസ് ഈക്വൽ ടു y. y എന്ന് പറഞ്ഞാൽ എന്താണ്? 3x ആണ്. അപ്പോൾ x എന്തെടുത്തു? അതിൻ്റെ 3 മടങ്ങ്. അപ്പോൾ 1 3. ഇനി 2 എടുത്താൽ സെറ്റ് എന്തായിരുന്നു നമ്മുടെ സെറ്റ്? 1 മുതൽ അങ്ങനെ പോയിട്ട് 14 വരെ. അപ്പം 2 എടുത്താൽ 6, 3 എടുത്താൽ 9, 4 എടുത്താൽ 12, 5 എടുത്താൽ 15 ആണ്. പറ്റില്ല. അപ്പം ഇനി എഴുതുക ചെക്ക് റിഫ്ലെക്സീവ്. ചെക്ക് റിഫ്ലെക്സീവ്. ചെക്ക് റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെ ഇല്ല? 1 1, 2 2, 3 3 എക്സെട്ര. നോട്ട് എൻ എലമെൻറ്റ് ഇൻ ദിസ് റിലേഷൻ. അതൊന്നും എന്തില്ല? ഇതിലില്ല. സോ ദിസ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. സോ ദിസ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി നിങ്ങൾക്ക് അപ്പം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ചെക്ക് സിമ്മട്രിക് നോക്കാം. അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് കരുതുന്നു. ചെക്ക് സിമ്മട്രിക്. ചെക്ക് സിമ്മട്രിക് എന്താണ്? ചെക്ക് സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നോക്കാം? ചെക്ക് സിമ്മട്രിക്. അപ്പം അതിനകത്ത് നമുക്ക് പറയാം അവിടെ എന്തുണ്ട്? 1 3 ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ പറയാം 1 3 എലമെൻ്റ് ആണ് റിലേഷനിൽ. ബട്ട് 3 1 ഈസ് നോട്ട് എൻ എലമെൻറ്റ്. 3 1 ഇല്ല. സോ ദിസ് ഈസ് നോട്ട് സിമ്മട്രിക്. സോ ഇറ്റ്സ് നോട്ട് സിമ്മട്രിക്. ഇറ്റ് ഈസ് നോട്ട് സിമ്മട്രിക്. ഇനി ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുക. ചെക്ക് ട്രാൻസിറ്റീവ്. ചെക്ക് ട്രാൻസിറ്റീവ്. അവിടെ എന്തുണ്ട്? 1 3 ഉണ്ട്. അതുപോലെ തന്നെ 3 9 ഉണ്ട്. അംഗമാണ് റിലേഷൻ. അപ്പോൾ ആര് വരണം? ബട്ട് 1 9 അവിടെ ഇല്ല. 1 9 നോട്ട് എൻ എലമെൻറ്റ്. സോ നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇതും അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്ത് പഠിക്കാം അതിനകത്ത്? ഇനി നിങ്ങൾക്ക് അതിനകത്ത് അപ്പം ഇതും അതിനകത്ത് നിങ്ങൾ ഫൈനലി അത് സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിചാരിക്കുന്നു. ചെക്ക് സിമ്മട്രിക് ആൻഡ് ചെക്ക് ട്രാൻസിറ്റീവ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇനി നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഇനി തന്നിരിക്കുന്നത് ഇത് ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് എഴുതിയതാണ്. അതിൻ്റെ ആൻസർ ഇവിടെ എഴുതിയതാണ്. ചെക്ക് റിഫ്ലെക്സീവ് എഴുതിയിട്ടുണ്ട്. പിന്നെ ചെക്ക് സിമ്മട്രിക് എഴുതിയിട്ടുണ്ട്. ചെക്ക് ട്രാൻസിറ്റീവ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ ദ സെറ്റ് സെഡ് ഡിഫൈൻഡ് ബൈ ആർ എ ബി ആണ്. 2D A - B എന്നൊക്കെ പറയുമ്പോഴാണ് ഇതിനകത്ത് കൺഫ്യൂഷൻ വരിക. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾ ഒരു റിലേഷനാണ്, ഇൻഡിജേഴ്സിൻ്റെ റിലേഷനാണ്. ഇൻഡിജേഴ്സ് മനസ്സിലായില്ലേ? അപ്പം ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? -1 -2 0 +1 +2 അങ്ങനെ അതിനകത്ത് കൃത്യമായ നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പം സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേഷനാണ്. എ ബി ആക്കി നിങ്ങൾക്ക് ഏത് സംഖ്യകൾ വേണമെങ്കിലും പെയറാക്കി എടുക്കാം. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, 2D A - B. ആ സംഖ്യകളുടെ വ്യത്യാസം എന്തായിരിക്കണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പം ഏത് പെയറും ഉണ്ടാക്കാം. പക്ഷേ എന്താണ്? ഇൻഡിജേഴ്സിൻ്റെ പെയർ, ഇൻഡിജേഴ്സിൻ്റെ റിലേഷൻ ഉണ്ടാക്കാം. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, 2D A - B. അതിൻ്റെ വ്യത്യാസം എടുക്കുക. എന്ന് ബീനെ നിങ്ങൾ ഫസ്റ്റ് എടുത്ത സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറയ്ക്കുക. അതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു റിലേഷൻ ഇവിടെ നോക്കൂ നിങ്ങൾ. എന്ന് ബി കുറച്ചാൽ ഫസ്റ്റത്തെ നിന്ന് രണ്ടാമത്തെ കുറച്ചാൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ഡിഫറൻസ് 2 കൊണ്ട് ഹരിക്കാൻ പറ്റണം.
അതായത് ഇരട്ട സംഖ്യ ആയിരിക്കണം. സോ ഇറ്റ് വിൽ ബി എ എന്ന് പറയുന്നവർ ലൈക്ക് അടിക്കൂ. അതായത് വ്യത്യാസം. നിങ്ങൾക്ക് പെയർ എങ്ങനെ, ഇൻഡിജേഴ്സിന്റെ പെയർ എന്ന് പറഞ്ഞാൽ 2 4 ഇൻഡിജേഴ്സ് ആണല്ലോ. യെസ് ആണ്. ഇനി വ്യത്യാസം എടുത്താൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2 4 കുറച്ചാൽ 2 അല്ലേ വ്യത്യാസം, അതിന് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇവിടെ 3 8 കുറച്ചാൽ 5 അല്ലേ, 5നെ എങ്ങനെയാണ് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റൂല. 7 6 കുറച്ചാലോ 1 ആണ്, 1നെ 2 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 8 7 ആണോ? അതും 1 ആണ്, ഒറ്റ സംഖ്യയാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇരട്ട സംഖ്യകൾ വന്നാലാണ് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ വ്യത്യാസം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതാകണം? വളരെ സിമ്പിൾ അല്ലേ? ഇനി എന്താണ് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആകുമോ എന്നുള്ളതാണ്. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആകുമോ എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനകത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. എന്താ കാരണം നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു സംഖ്യ എടുക്കൂ, 0 അല്ലെങ്കിൽ 1 1. നമുക്ക് ഇൻഡിജർ അല്ലേ, ഏത് സംഖ്യ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ -1 മുതൽ 0 മുതൽ 1 മുതൽ അങ്ങനെ ഏത് സംഖ്യകളും എടുക്കാം. അപ്പം നമുക്കത് റിഫ്ലക്സീവ് ആണോ എങ്ങനെ നോക്കും. നമുക്ക് റിഫ്ലക്സീവ് ആവുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എടുത്ത് 1 എടുത്താൽ അതിനെ എടുക്കണ്ടേ. അപ്പം ഈ റിലേഷനിൽ വരണമെങ്കിൽ എന്താകണം? ഡിഫറൻസ് 2 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പോൾ ഇതിലെ ഡിഫറൻസ് എന്താ? 0 അല്ലേ. 0നെ 2 കൊണ്ട് ഡിവിസിബിൾ അല്ലേ. ആൻസർ 0 അല്ലേ. അപ്പം ഇതിനകത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇത് റിഫ്ലക്സീവ്. ഏത് നമ്പർ എടുത്താലും 2 2 എടുത്താലും എന്താ? ഡിഫറൻസ് 0. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ. ഈ അതിൻ്റെ ഡിഫറൻസ് എന്താ? 0 അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ ഏത് സംഖ്യകൾ ഇതിനകത്ത് ഈ ഇൻഡിജേഴ്സിൻ്റെ ഏത് നമ്പർ എടുത്താലും ഈ റിലേഷനിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇത് റിഫ്ലക്സീവ് ആണെന്ന് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. ഇത് ലോജിക്കലി ചിന്തിക്കണം. മനസ്സിലായി? ഇനി നിങ്ങൾ അടുത്ത കണ്ടീഷൻ എടുത്ത് നോക്കുക. അടുത്ത കണ്ടീഷൻ എന്താ? നമുക്കിപ്പം ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. അതായത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ. ഇപ്പം 1 3 എടുക്കാം. കാരണം എന്താ 1 3 എടുക്കാൻ? വ്യത്യാസം 2 ആണ്. 2നെ എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 1 3 വ്യത്യാസം എന്താ? -2 ആണ്. A-B അല്ലേ. A-B ആണ്. ഫസ്റ്റത്തേന്ന് 1 3 കുറയ്ക്കണം. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതെ, -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. -1 ആണ് ആൻസർ. അപ്പം ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിലുണ്ടാകും. അങ്ങനെയെങ്കിൽ അത് തിരിച്ചിട്ടത് ഉണ്ടാകണ്ടേ. നോക്കാം നമുക്ക്. 3 1 എന്താ? വ്യത്യാസം 2 അല്ലേ. അപ്പോൾ അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഏതൊരു പെയർ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു പെയർ AB അതിലുണ്ടെങ്കിൽ അതിനകത്ത് BA ഉണ്ടാകും. കാരണം കണ്ടീഷൻ അത് AB കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ BX ചെയ്യും. കാരണം 2ൻ്റെ ഡിഫറൻസ് 1ൻ്റെ 3ൻ്റെ ഡിഫറൻസും 3ൻ്റെ 1ൻ്റെ ഡിഫറൻസും ഒക്കെ എന്താണ്? സെയിം ആണ്. ഇത് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച്. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. മനസ്സിലായി? ഇനി നമ്മൾ മറ്റൊരു കേസ് എടുത്ത് നോക്കാം. മറ്റൊരു കേസ് ട്രാൻസിറ്റീവ്. ഇതിലിപ്പം ഒരു സെറ്റ് എന്താണ്? 1 3 ആണ്. അപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്യുമോ? അതെ, വ്യത്യാസം 2 ആണ്. A-B എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 1 - 3 അല്ലേ. അത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. -2/2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. ഇനി നമ്മൾ 3 വെച്ച് തുടങ്ങുന്ന മറ്റൊരു റിലേഷൻ എടുത്ത് നോക്കാം. 3 5. 3 5. അപ്പം എന്താ വരിക? വ്യത്യാസം എന്തുതന്നെയാണ്? 2 തന്നെയാണ്. 3 - 5 അതും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോഴും അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയെങ്കിൽ 3 കട്ടാക്കിയിട്ട് 1 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 1 5 ഇതിനകത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 1 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ? പറയൂ. ചെയ്യുമെന്നുള്ളവർ ലൈക്ക് അടിച്ചേ. -5ൻ്റെ വ്യത്യാസം എന്താ? -4 അല്ലേ. -1 5 കുറച്ചാൽ -4 അല്ലേ. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ. അപ്പം മനസ്സിലായോ?
പക്ഷേ ഇതിനെ ഇങ്ങനെ നമ്പർ എടുത്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ഇങ്ങനെ ശരിയാണോ എന്ന് നമ്മൾ നോക്കണ്ടേ. അപ്പം ഇതിന് മറ്റൊരു രീതിയിലാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിൻ്റെ കണ്ടീഷൻ വൈസാണ് നോക്കേണ്ടത്. അതായത് നിങ്ങൾ എ ഉണ്ടെങ്കിൽ അതിനകത്ത് കണ്ടീഷൻ ശരിയാവോ നോക്കുക. എ മൈനസ് എ എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. യെസ്, എ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം എ ഇതിലുണ്ടാകും, കാരണം അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിലെ വ്യത്യാസം എന്താ, 2 കൊണ്ടായിരിക്കാൻ പറ്റും. 0 ആണ് വ്യത്യാസം എ. അപ്പോൾ ഏതൊരു ഈ കണ്ടീഷന് ഇതിനകത്ത് ഏത് നമ്പരും ഉണ്ടാവും, 1 1 ഉണ്ടാകും. കാരണം എന്താ, വ്യത്യാസം 0 ആണ്. 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? റിഫ്ലക്സീവിന് നിങ്ങൾ പറയേണ്ടത് എ ഇതാണ് പറയേണ്ടത്, മനസ്സിലായോ? അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ എടുത്തല്ല പറയേണ്ടത്, മനസ്സിലായോ? എ ഇതിലുണ്ടാകും, കാരണം എന്താ, എ മൈനസ് എ 0 ആണ്. 0 ഈസ് ഡിവിസിബിൾ ബൈ 2, മനസ്സിലായോ? അങ്ങനെയാണ് പറയേണ്ടത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ എന്താ പറയേണ്ടത്, എ ബി ഇതിലുണ്ടാകും. എ ബി ഇതിലുണ്ട് എന്ന് വിചാരിച്ചോളൂ, ഉണ്ടാകുമെന്നല്ല. ഏതെങ്കിലും എ ബി ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ 1 3 അല്ലെങ്കിൽ 1 5 ഒക്കെ ആയിരിക്കും. അതായത് കണ്ടീഷൻ സാറ്റിസ്ഫൈ, വ്യത്യാസം എന്താണ് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. അവരാണ് എ ബി ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ എ ബിയുടെ എ മൈനസ് ബി എന്താണ് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ടാണല്ലോ ഇതിലുണ്ടായത്. എ ബി ഉണ്ട്, അത് കാരണം എന്താ, എ മൈനസ് ബി 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയെങ്കിൽ ബി മൈനസ് എയും എന്താണ്, എ മൈനസ് ബിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ, അതായത് 1 3 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ 3 1 എന്ത് ചെയ്യും, 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതാകെ സൈനിൽ വ്യത്യാസമേ വരുള്ളൂ. 1 3 കുറച്ചാൽ -2, അതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3 1 കുറച്ചാലോ 2, അതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. മൈനസിൽ വ്യത്യാസമേ വരുള്ളൂ. എ ബി ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ എ മൈനസ് ബിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇതിലുണ്ടായത്. എ ബി ഇതിലുണ്ടെങ്കിൽ ബി ഇതിലുണ്ടാകും, കാരണം എന്താ, ബി മൈനസ് എനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പം എ ബി, അപ്പം അതിനകത്ത് നിങ്ങൾ എ മൈനസ് ബിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എ ബി ഇതിലുണ്ട് എന്നാണ്. എ ബി ഇതിലുണ്ടെങ്കിൽ ബി എയും ഇതിലുണ്ടാകും. ബി എ ആൾസോ എലമെന്റ് ഓഫ് റിലേഷൻ. കാരണം എന്താ, എ മൈനസ് ബി ബൈ 2 ഈസ് പോസിബിൾ ആണെങ്കിൽ ബി മൈനസ് എ ബൈ 2 ഈസ് ആൾസോ പോസിബിൾ ഇൻ മാത്സ്. മനസ്സിലായോ? അത് ലോജിക്കലി ചിന്തിച്ചെടുക്കണം, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. അപ്പം നിങ്ങൾ ഈ കേസിൽ നിങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച് ഇത് എഴുതുന്ന രീതി. മനസ്സിലായി എന്നാണ് പറയുന്നത്. അപ്പം എനിവേ അപ്പം ഇതിനകത്ത് ഇനി നിങ്ങൾ മൂന്നാമത്തെ, അപ്പം നമുക്കറിയാം ഇതിനകത്ത്, അതായത് എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായാൽ മതി. മനസ്സിലായോ? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പം എ ബി അതിലുണ്ട്, അങ്ങനെയെങ്കിൽ ബി എ ഉണ്ടോ നോക്കുക. അതെ, എ ബി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ അതിൽ പെട്ടത്. എ ബി അതിലുണ്ട്, ഉണ്ടെങ്കിൽ ഇനി ബി എ ഉണ്ടോ നോക്കുക. ബി എ ഉണ്ടാകും, കാരണം എന്താ, എ ബി ഉണ്ട് എന്ന് പറഞ്ഞാൽ എ ബി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബി എയും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബി മൈനസ് എനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? 1 3 അതിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, 1 3 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ അതിലുള്ളത്. 1 3 അതിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആ വ്യത്യാസം 2 ആണ്. അപ്പോൾ 1 മൈനസ് 3 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും 3 1 ഉണ്ടാവില്ലേ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എ ബി ഇവിടെ ഉണ്ടെങ്കിൽ, അതായത് എ ബി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ടെങ്കിൽ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബി ഉറപ്പായിട്ടുണ്ടാവും. അതുപോലെയാണ് 1 3 അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 1 3 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരല്ലേ അതിലുണ്ടാവുള്ളൂ. 1 3 അതിലുണ്ടെങ്കിൽ 3 1 ഉണ്ടാവൂലേ. മനസ്സിലായോ? കാരണം 3 1 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം 1 മൈനസ് 3നെ തിരിച്ചിട്ടാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 മൈനസ് 1നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞോ, മനസ്സിലായോ? അപ്പോൾ 1 3 അതിലുണ്ടെങ്കിൽ 3 1 ഉറപ്പായിട്ടും ഉണ്ടാവും. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉറപ്പായിട്ടും ഉണ്ടാവും. അതാണ് സിമ്മട്രിക്കിൻ്റെ കണ്ടീഷൻ. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. നേരത്തെ കുറേ പേര് ലൈക്ക് അടിക്കാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഈ ലൈക്ക് അടിച്ചില്ലെങ്കിൽ നമുക്കത് അറിയത്തില്ല. മനസ്സിലായില്ല. അപ്പം അതിനകത്ത് ഞാൻ ഒന്നുകൂടി പറയാം. അത് നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യാന്നറിയോ, ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കാം. അതായത് ക്വസ്റ്റ്യനിൽ A-2D A-B എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളുടെ NCERT-യിലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളത് കൊണ്ട് നിങ്ങളത് പഠിച്ചു പോവുക. 2D A-B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അത്തരം ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾ ചെക്ക് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്. എന്ത് ചെയ്യുക, റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ അതിന് അതന്നെ എടുക്കുക. അപ്പോൾ എയും ബിയും അല്ലേ, അപ്പോൾ എക്ക് നിങ്ങൾ എന്ത് എടുക്കണം, എ എടുക്കണം. എ എലമെൻ്റ് ആണ് ഈ റിലേഷനിൽ. കാരണം എന്താ,
എ മൈനസ് എ ഈക്വൽ ടു 0 ആണ്. 0 ഈസ് ഡിവിസിബിൾ ബൈ 2, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് റിഫ്ലക്സീവ്. ഇത് എഴുതുന്ന രീതി മനസ്സിലായോ? ഇനി രണ്ടാമത്തെ നിങ്ങൾ എന്ത് എഴുതാന്നറിയോ? ചെക്ക് സിമ്മട്രിക്ക്. ചെക്ക് സിമ്മട്രിക്കിന് നിങ്ങൾ എഴുതേണ്ട കാര്യം എ ബി ഉണ്ട് എന്ന് പറയാം. എ ബി എന്താണ്? റിലേഷനിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നല്ലേ? എ ബി ആ റിലേഷനിലുണ്ട് എന്ന് നമ്മളങ്ങ് പറയുകയാണ്. അപ്പം എന്താ? ഇത് ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ ബി എ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബി എ ഉണ്ടാകുമോ? എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ദിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ തിരിച്ചിട്ടത്, അതായത് 1 മൈനസ് 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 3 മൈനസ് 1നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാത്സിലെ റൂളാണ്. അപ്പോൾ എ മൈനസ് ബി ഇതിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം എന്തായാലും ബി മൈനസ് എനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? പറ്റും. അങ്ങനെയെങ്കിൽ ബി അതിലുണ്ടാകുമല്ലോ. സോ ബി എ എലമെൻ്റ് ആണ്. ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. മനസ്സിലായോ? എ ബി എലമെൻ്റ് ആണ് റിലേഷൻ. സോ എന്ത് എഴുതണം? സോ എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോസിബിൾ ആണ്. സോ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എ ബി എലമെൻ്റ് ആണ് നമ്മളങ്ങ് പറയുകയാണ്. സോ എ മൈനസ് ബി ബൈ 2 ഈസ് പോസിബിൾ. അങ്ങനെയെങ്കിൽ എന്താണ്? സോ ഈഫ് എ മൈനസ് ബി 2 പോസിബിൾ ആണെങ്കിൽ ഈഫ് എ മൈനസ് ബി ബൈ 2 ഈസ് പോസിബിൾ, അങ്ങനെയാണെങ്കിൽ എന്തും പോസിബിൾ ആണ്. തിരിച്ചിട്ടതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബി മൈനസ് എ ബൈ 2 ഈസ് ആൾസോ പോസിബിൾ. അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ബി മൈനസ് എനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ബി എ അതിലുണ്ട് എന്നല്ലേ? സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ബി എ എലമെൻ്റ് ആണ് ഇൻ ദിസ് റിലേഷൻ. ഇങ്ങനെ എഴുതിയാലും മതി. ഇറ്റ് ഇംപ്ലൈസ് ബി എ എലമെൻ്റ് ആണ് റിലേഷൻ. സോ ദിസ് ഈസ് സിമ്മട്രിക്. ഇത് എഴുതുന്ന രീതി മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. അപ്പോൾ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. എ ബി ഉണ്ട്, എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബി മൈനസ് എനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബി മൈനസ് എനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബി അതിലുണ്ട്. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വേറെ അതിനകത്ത് പുതിയത് വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഇതിനകത്ത് ഇതിൽ കറക്റ്റ് ഞാൻ വലുതാക്കി എഴുതിയത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ചെക്ക് റിഫ്ലക്സീവ്. ഇനി അതിനകത്ത് അതിൻ്റെ ബാക്കി സിമ്മട്രിക്കൽ ഇതാണ്. എ ബി റിലേഷനിലുണ്ട്. കാരണം എന്താ? 2D എ മൈനസ് ബി ആണ്. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ മനസ്സിലാക്കാൻ ഇത് എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് റിഫ്ലക്സീവും സിമ്മട്രിക്കും നിങ്ങളത് അതിൻ്റെ എന്ത് ചെയ്തു? അതിൻ്റെ ക്വസ്റ്റ്യനും നിങ്ങളത് ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അതിലെ ഈ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഏതാണ്? അതിലെ ഈ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ. താഴെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. മറ്റേ എളുപ്പമല്ലേ? അപ്പം അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. താഴെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തു? സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. എന്നിട്ട് അതിൻ്റെ ആൻസർ ആൻസർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇനി നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യുക? നമുക്ക് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം. യെസ്, നമുക്ക് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാം. ചെക്ക് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവിന് എന്താ റൂള്? നമ്മൾ പറയുകയാണ് എ ബി ഇതിലുണ്ട്. എ ബി ഉണ്ട്. അതുപോലെ എന്തുണ്ട്? ബി സിയും ഉണ്ട്. ബി വെച്ച് തുടങ്ങുന്ന മറ്റൊരു പേരും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ അത് ഇതിലുള്ളത്. എ മൈനസ് ബി ബൈ 2 ഈസ് പോസിബിൾ. ബി സി ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ വ്യത്യാസത്തെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബി മൈനസ് സി ഈസ് 2 ആൾസോ പോസിബിൾ. അങ്ങനെയെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ 2നെ കൂട്ടിയതിനെയും എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് മാത്സിലെ റൂളാണ്. ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് രണ്ടും കൂട്ടി കിട്ടുന്നതിനെയും എന്ത് ചെയ്യും? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4നെയും എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ അത് രണ്ടും കൂട്ടിയാൽ എന്താ? 6 ആണ്. 6നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായോ? 2 സംഖ്യകളെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ കൂട്ടിയതിനെയും എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്.
പറഞ്ഞത് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇത് രണ്ടുകൂടി കൂട്ടിയതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? നമുക്ക് നോക്കാം. രണ്ടുകൂടി അങ്ങ് കൂട്ടി നോക്കാം. രണ്ടുകൂടി അങ്ങ് കൂട്ടി നോക്കുമ്പോൾ എന്താ വരുന്നത്? രണ്ടുകൂടി അങ്ങ് കൂട്ടി നോക്കുമ്പോഴേ അടിയിൽ രണ്ടിനും 2 അല്ലേ, കോമൺ ആക്കി അങ്ങ് ഇടുക. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി അല്ലേ. മൈനസ് ബിയും പ്ലസ് ബിയും ഒരേ സാധനം, മൈനസും പ്ലസും വന്നാൽ കട്ടായി പോകില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? എ മൈനസ് സി ബൈ 2 എന്നല്ലേ വരുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എ മൈനസ് സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇത് രണ്ടും കൂട്ടിയതല്ലേ എ മൈനസ് സി. അപ്പം ഇതിനെ എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബി മൈനസ് സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൂട്ടി കിട്ടുന്ന ആൻസർ ആണെന്ത്? എ മൈനസ് സി. അതായത് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി, അതാണ് എ മൈനസ് സി. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ മൈനസ് ബി ഇതിലുണ്ടല്ലോ, അതിനർത്ഥം എ മൈനസ് ബിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. ബി സി ഇതിലുണ്ടല്ലോ, ബി മൈനസ് സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സംഖ്യകളെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൂട്ടിയതിനെ എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് കൂട്ടിയത് എന്താ? എ മൈനസ് സി ആണ്. അപ്പോൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനർത്ഥം എന്താ? എ സി ഇതിലുണ്ട് എന്നല്ലേ. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇത് നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ലോജിക്ക്. മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ബി ഇവിടെ ഉണ്ട്. എ ബി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റുന്നതാണ്. കാരണം 2 കൊണ്ട് അടിക്കാൻ പറ്റുന്നവരെ ഈ റിലേഷനിലുള്ളൂ. അപ്പോൾ എ ബി ഉണ്ട് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റും. ബി സി ഉണ്ട് എന്ന് നമ്മളങ്ങ് പറഞ്ഞിട്ടുണ്ട്. ബി മൈനസ് സിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇവിടെ ഉള്ളത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം 2 സംഖ്യകളെ 2 കൊണ്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അത് കൂട്ടിയ ഉത്തരത്തെയും 2 കൊണ്ട് അടിക്കാൻ പറ്റും. അത് മാത്സിലെ റൂളാണ്. എ മൈനസ് ബിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റുമെങ്കിൽ ബി മൈനസ് സിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അത് രണ്ടുകൂടി കൂട്ടി നോക്കൂ. കൂട്ടി നോക്കിയാൽ എന്താ കിട്ടുക? എ മൈനസ് സി ആണ്. കാരണം ബി ക്യാൻസലായി പോകും. അപ്പോൾ എ മൈനസ് സി കൂട്ടിയ ഉത്തരം എ മൈനസ് ബിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റും. ബി മൈനസ് സിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അത് കൂട്ടിയത് എ മൈനസ് സി അല്ലേ. എ മൈനസ് സിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റും. 2നെ 2 കൊണ്ട് അടിക്കാൻ പറ്റും. 4നെ 2 കൊണ്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അത് 2 കൂടി കൂട്ടിയ 6 അല്ലേ. 6നെ 2 കൊണ്ട് അടിക്കാൻ പറ്റും. അപ്പോൾ എ മൈനസ് ബിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റും. ബി മൈനസ് സിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അത് കൂട്ടിയ ആൻസർ എ മൈനസ് സി ആണ്. അതിനെ 2 കൊണ്ട് അടിക്കാൻ പറ്റും. എ മൈനസ് സി 2 കൊണ്ട് അടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എ സി ഉണ്ട് എന്നാണ്. കാരണം എ മൈനസ് സി 2 കൊണ്ട് അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എ സി അവിടെ ഉണ്ടെങ്കിൽ എ മൈനസ് സി 2 കൊണ്ട് അടിക്കാൻ പറ്റുമെന്നല്ലേ. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇനി അതിനപ്പുറം ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. നിങ്ങളുടെ ലോജിക്കലി നിങ്ങൾ ചിന്തിക്കണം. എനിവേ അതിനകത്ത് നിങ്ങൾ ചോദിക്കാം, മനസ്സിലായില്ലെങ്കിൽ. അതിനകത്ത് എനിക്ക് വേറെ വഴികളില്ല. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസാണ് എൻ്റെ ആയുധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ റിഫ്ലെക്സീവിനെ ട്രാൻസിറ്റീവിന് ഇതാണ് എഴുതി വെക്കേണ്ടത്. അപ്പം ആ കേസിൽ എന്താണ് ട്രാൻസിറ്റീവിന് എഴുതി വെക്കേണ്ടത്? വളരെ രസകരമാണ്. ട്രാൻസിറ്റീവിന് എഴുതി വെക്കേണ്ടത് എ ബി അതിലുണ്ട് എന്നങ്ങ് പറയാം. എ ബി അതിലുണ്ട്, ആൾസോ ബി സിയും അതിലുണ്ടല്ലോ, ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്താണ്? എ മൈനസ് ബി ബൈ 2 ഈസ് പോസിബിൾ. അത് പോസിബിൾ ആണ്. ബി മൈനസ് സി ബി സി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ വ്യത്യാസത്തെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അതുകൊണ്ട് അത് പറ്റും. ബി മൈനസ് സി ഈസ് ആൾസോ പോസിബിൾ. ബി മൈനസ് സി ആണ് കേട്ടോ. ബി മൈനസ് സി ഈസ് ആൾസോ പോസിബിൾ. അങ്ങനെ പോസിബിൾ ആണെങ്കിൽ അത് 2 കൂടി കൂട്ടുന്ന ഉത്തരവും എന്താണ്? 2 കൊണ്ടായിരിക്കാൻ പറ്റും. അപ്പം ഇത് 2 കൂടി കൂട്ടി നോക്കൂ നിങ്ങൾ. എ മൈനസ് ബിനെ 2 കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ. ആ എ മൈനസ് ബി ഒരു സംഖ്യയാണെന്ന് വിചാരിച്ചോളൂ. ബി മൈനസ് സി അതും ഒരു സംഖ്യയാണ്, അതും 2 കൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ? എ മൈനസ് സി ആണ്. അപ്പം 2 സംഖ്യ എ മൈനസ് ബി 2 കൊണ്ടിരിക്കാൻ പറ്റും, ബി മൈനസ് സി 2 കൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ അത് കൂട്ടിയ ഉത്തരവും 2 കൊണ്ടിരിക്കാൻ പറ്റും. എ മൈനസ് സി ബൈ 2 ഈസ് ആൾസോ പോസിബിൾ. അപ്പം അതിനർത്ഥം എന്താ? എ മൈനസ് സിയുടെ വ്യത്യാസം 2 കൊണ്ടരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എ സി ഇതിലുണ്ട് എന്നാണ്. കാരണം അതിൻ്റെ വ്യത്യാസം 2 കൊണ്ടരിക്കാൻ പറ്റുന്നവരാണ് ഈ റിലേഷൻ ഉണ്ടാവുക. അപ്പോൾ എ മൈനസ് സി 2 കൊണ്ടരിക്കാൻ പറ്റുമെന്നാണ് എ സി എൻ എലമെൻറ്റ് ഇൻ ദിസ് റിലേഷൻ. സോ ദിസ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പം ഇങ്ങനെ വേണം, അല്ലാതെ നമ്പർ വെച്ച് ചെയ്താൽ മാർക്ക് കിട്ടൂല. പറഞ്ഞത് മനസ്സിലായോ? ഇവിടെയാണ് ഈ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടായി മാറുന്നത്. പക്ഷേ എനിവേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളങ്ങ് ചെയ്ത് പഠിച്ചാൽ. പിന്നെ ഇതിനകത്ത് അടുത്തത്
ഇതിൽ ഒന്നുകൂടി ഈ ഒരു ടൈപ്പ് ഉണ്ട്, ഒരു ഇൻറ്റിജറിൻ്റെ റിലേഷൻ. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റ് പഠിച്ചു വെച്ചോളൂ. റിലേഷൻ എക്സ് വൈ ഇൻറ്റിജറാണ്. അപ്പം അടുത്ത അതിനകത്ത് അപ്പം എക്സ് വൈ ഇൻറ്റിജറാണ്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡ് ആണ്, സെഡിന് അംഗമാണ്. സെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ -1, 0, +1, +2. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതിൻ്റെ ലെറ്ററാണ് സെഡ്. അത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. അപ്പം എക്സ് വൈ എന്താണ്? ഇൻഡിജേഴ്സ് ആണ്. അപ്പം നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങളോട് നോക്കൂ, ഒരു റിലേഷൻ എന്താണ്? എക്സ് വൈ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പെയർ എടുക്കാം. കണ്ടീഷൻ എന്തേ ഉള്ളൂ? എക്സ് എന്ന് വൈ കുറച്ചാൽ ഇൻറ്റിജർ ആയിരിക്കണം. എക്സ് എന്ന് വൈ കുറച്ചാൽ എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം. അത്രയേ ഉള്ളൂ കണ്ടീഷൻ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? പെയർ എടുക്കാം. എക്സ് എന്ന് വൈ കുറച്ചാൽ എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം. അതേ കണ്ടീഷനുള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് നോക്കാം. അപ്പം റിലേഷൻ എന്താണ്? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ. റിലേഷൻ എക്സ് വൈ അംഗമാണ് ഇൻറ്റിജർ. എക്സും വൈയും എന്തായിരിക്കണം? ഇൻറ്റിജേഴ്സിലായിരിക്കണം. ഇനി എന്താ വ്യത്യാസം? എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം. ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇൻറ്റിജർ ആണ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ തന്നെ ചെക്ക് റിഫ്ലക്സീവ് ഈ കേസിൽ എങ്ങനെയാണ് നോക്കുകയെന്നറിയോ? ചെക്ക് റിഫ്ലക്സീവ് നമ്മളങ്ങ് പറയുക എ ഇതിലുണ്ട് എന്ന്. എ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? A-A എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണ്ടേ? A-A ഇൻറ്റിജർ ആയിരിക്കണ്ടേ? കാരണം വ്യത്യാസം ഇൻറ്റിജർ ആണെങ്കിലേ ഇതിൽ കാണത്തുള്ളൂ. A-A എന്ന് പറഞ്ഞാൽ എന്താ? 0 അല്ലേ? 0 ഒരു ഇൻറ്റിജർ അല്ലേ? അപ്പം ഇത് A എന്നുള്ള ഈ റിലേഷൻ, ഇത് A ഇതിലുണ്ടല്ലോ. പറഞ്ഞത് മനസ്സിലായോ? വ്യത്യാസം 0 ആണ്, അതൊരു ഇൻറ്റിജർ ആണ്. അപ്പോൾ വ്യത്യാസം ഇൻറ്റിജർ ആണെങ്കിൽ അവരൊക്കെ ഇതിലുണ്ടാകും. അതിനർത്ഥം A ഇതിലുണ്ട് എന്നല്ലേ? A ഉണ്ടെങ്കിൽ ആ സെറ്റ് ആ റിലേഷൻ ഒരു റിഫ്ലക്സീവ് അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? വ്യത്യാസം ഇൻറ്റിജർ ആയിരിക്കണം എന്നാണ്. ഇവിടെ വ്യത്യാസം എന്താ? 0 അല്ലേ? 0 ഒരു ഇൻറ്റിജർ അല്ലേ? വ്യത്യാസം ഇൻറ്റിജർ ആയിരിക്കണം. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത കേസ് നമുക്ക് ചെക്ക് സിമ്മട്രിക് നോക്കാം. സിമ്മട്രിക് എന്താ? സിമ്മട്രിക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ജനറലി നമ്മൾ പറയേണ്ടത് AB ഇതിലുണ്ട് എന്ന്. AB ഇതിലുണ്ട് എന്ന് പറയാണ്. AB ഇതിലുണ്ടെങ്കിൽ എന്താണ്? A-B ഒരു ഇൻറ്റിജർ ആവുമല്ലോ. A-B ഇൻറ്റിജർ ആണ്. A-B ഇൻറ്റിജർ ആണെങ്കിൽ മാത്സിലെ റൂളാണ് എന്ത്? B-Aയും എന്താണ്? ഈസ് ആൾസോ ഇൻറ്റിജർ. കാരണം 1 2 കുറച്ചത് എന്താ? -1 ആണ്. അതൊരു ഇൻറ്റിജർ ആണെങ്കിൽ തിരിച്ച് 2 1 കുറച്ചാലും എന്താണ്? 1 ആണ്. അതും ഇൻറ്റിജർ തന്നെയാണ്. -1 1 ഒക്കെ ഇൻറ്റിജർ ആണ്. അപ്പം നിങ്ങൾ മാത്സിലെ റൂളാണ് A-B ഇൻറ്റിജർ ആണെങ്കിൽ B-Aയും ഇൻറ്റിജർ ആയിരിക്കും. B-A ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ B അതിലുണ്ടെങ്കിലല്ലേ B-A ഇൻറ്റിജർ ആവുക. അപ്പോൾ BA ദാറ്റ് ഇംപ്ലൈസ് BA എലമെൻ്റ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ A-B ഇൻറ്റിജർ ആണെങ്കിൽ B-Aയും ഇൻറ്റിജർ ആയിരിക്കും. അത് മാത്സിലെ റൂളാണ്. അങ്ങനെയെങ്കിൽ B അതിലുണ്ടാകും. B-A ഇൻറ്റിജർ ആണെങ്കിൽ ആ വ്യത്യാസം ഇൻറ്റിജർ ആണെങ്കിൽ B അതിലുണ്ടാവണ്ടേ? പറഞ്ഞു മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇനി അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ചെക്ക് റിഫ്ലക്സീവും ചെക്ക് സിമ്മട്രിക്കും ഞാനിവിടെ ക്വസ്റ്റ്യൻ അതിനകത്ത് എഴുതിയാലും മതി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? ഇത് അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. A-B ഈസ് എൻ ഇൻറ്റിജർ. സോ ബൈ റൂൾ ദാറ്റ് ഇംപ്ലൈസ് B-Aയും ഇൻറ്റിജർ ആണ്. അതൊന്ന് മനസ്സിലാക്കാം. A-B ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് തിരിച്ചിട്ടാലും ഇൻറ്റിജർ തന്നെയാണ്. അപ്പം അതിന്ന് ഇംപ്ലൈസ് അതിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം B എന്താണ്? ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാം. ഇംപ്ലൈസ് എന്നാണ് അത് വ്യക്തമാക്കുന്നത് എന്നാണ്. ഇറ്റ് ഇംപ്ലൈസ് BA എലമെൻ്റ് ആണ് റിലേഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തേതിലോട്ട് നമുക്ക് പോകാം. ചെക്ക് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇതൊക്കെ ചുമ്മാ മാർക്ക് കിട്ടുന്നതാണെന്നേ. ചെക്ക് ട്രാൻസിറ്റീവ് നമ്മളെങ്ങ് പറയുക AB ഉണ്ടെന്നേ. AB ഉണ്ട്. ആരുണ്ട്? B വെച്ച് തുടങ്ങുന്ന വേറൊരാൾ BC ഉണ്ടെന്നേ. എന്ന് പറഞ്ഞാൽ എന്താ? A-B ഇൻറ്റിജർ ആയതുകൊണ്ടല്ലേ AB ഇതിലുള്ളത്. വ്യത്യാസം ഇൻറ്റിജർ ആണ്. AB ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ A-B ഇൻറ്റിജർ ആണ്. BC ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? B-Cയും എന്താണ്? ഇൻറ്റിജർ ആണ്. അപ്പോൾ B-C ഈസ് ആൾസോ ഇൻറ്റിജർ. അങ്ങനെയെങ്കിൽ 2 ഇൻറ്റിജേഴ്സിനെ കൂട്ടിയാലും എന്താണ്? കൂട്ടിക്കിട്ടുന്നതും ഇൻറ്റിജേഴ്സ് ആണ്. ഒന്നൊരു ഇൻറ്റിജർ അല്ലേ?
രണ്ടും ഒരു ഇൻറ്റിജർ അല്ലേ, രണ്ടും കൂടി കൂട്ടിയാൽ 3 അല്ലേ, അതും ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഇൻറ്റിജേഴ്സ് കൂട്ടിയാൽ ഇൻറ്റിജേഴ്സേ വരുള്ളൂ. അങ്ങനെയെങ്കിൽ എ മൈനസ് ബി ഇൻറ്റിജർ ആണല്ലോ, അത് കൂട്ടിയാൽ ബി മൈനസ് സിയും ഇൻറ്റിജർ ആണല്ലോ, അത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താ വരിക? ബി ക്യാൻസലായി പോകും. അപ്പോൾ എന്താ വരിക? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ ബി ക്യാൻസലായി പോയിട്ട് ആൻസർ എന്ത് വരും? എ മൈനസ് സി ആണ്. അപ്പം എ മൈനസ് ബി ഇൻറ്റിജർ ആണ്, ബി മൈനസ് സിയും ഇൻറ്റിജർ ആണ്. അങ്ങനെയെങ്കിൽ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ സമ്മും എന്താണ്? ഒരു ഇൻറ്റിജർ ആണ്. ഇതിനെ കൂട്ടിയാൽ എ മൈനസ് സി ആണ് വരുന്നത്. അപ്പോൾ എ മൈനസ് ബി സിയും എന്താണ്? ഇൻറ്റിജർ ആണ്. എന്ന് പറഞ്ഞാൽ എ മൈനസ് സി ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എ സി അതിലുണ്ട് എന്നല്ലേ അർത്ഥം. ഇറ്റ് ഇംപ്ലൈസ് എ സി എലമെൻ്റ് ആണ്. കാരണം സം ഓഫ് ടു ഇൻറ്റിജേഴ്സ് എന്താണ്? ആൾസോ എൻ ഇൻറ്റിജർ. സം ഓഫ് ടു ഇൻറ്റിജേഴ്സ് ആൾസോ എൻ ഇൻറ്റിജർ. Sum of two integers is also sum of two integers is also an integer. അപ്പം ഇത് മനസ്സിലായവർ അതിനകത്ത് ലൈക്ക് അടിച്ചേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എ മൈനസ് സി ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എ സി അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ എ സി ഉണ്ടാവണ്ടേ? വ്യത്യാസം ഇൻറ്റിജർ ആണെങ്കിൽ അവിടെ ഉണ്ടാവണ്ടേ? പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. അപ്പോൾ ഇൻറ്റിജറിൻ്റെ കേസും ഡിവിസിബിളിൻ്റെ കേസും ഒക്കെ ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലക്കി, നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അപ്പം ഇതും അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പം നമ്മൾ അതിനകത്ത് നിങ്ങൾ ഓക്കെയാണോ? ഈ ടൈപ്പുകളൊക്കെ ഓക്കെയാണോ? ഈ ടൈപ്പുകളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതങ്ങോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. അതിനകത്തെ എന്താണ്, അത് കുറച്ച് വേറൊരു രീതിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. നമ്പറുകളൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഡിറ്റർമിൻ whether the relation in the set A y is divisible by x is reflexive, symmetric and transitive. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പ്രോബബിലിറ്റി ഉണ്ട്, വരാൻ സാധ്യതയുണ്ട്, ഹൈ പ്രോബബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ചെയ്യുക. ഇത് പറയാൻ അറിയുമെങ്കിൽ ലൈക്ക്, ഇത് ചെയ്യാൻ അറിയുമോ? ചെയ്യാൻ അറിയുന്നവർ ലൈക്ക് അടിക്കൂ. നിങ്ങൾ എന്താ കണ്ടീഷൻ നോക്കുക. നമുക്ക് എന്തുണ്ടാക്കണം? ഒരു റിലേഷൻ ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ തന്നാൽ എന്താണ്? ഒരു റിലേഷൻ ഉണ്ടാക്കണം. ഈ സെറ്റിനെ ബേസ് ചെയ്ത് ഒരു റിലേഷൻ ഉണ്ടാക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം x 1 എന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് എന്താ കണ്ടീഷൻ? അടുത്തത് 2 എടുത്ത് നോക്കുക. y ഈസ് ഡിവിസിബിൾ ബൈ x ആയിരിക്കണം. y രണ്ടാമത്തെ സംഖ്യയെ ഒന്നാമത്തെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. y ഈസ് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ y-നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം ബൈ x കൊണ്ട്. അപ്പോൾ y/x ഒരു വാല്യൂ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് പെടും. പറഞ്ഞത് മനസ്സിലായോ? അപ്പം അതാണ്, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകും എപ്പോഴും. അപ്പോൾ ആ കണ്ടീഷൻ പ്രകാരം നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കൂ. അപ്പോൾ നമുക്ക് ഇത്രയും സെറ്റുകളാണ് ഇതിനകത്ത് കിട്ടുക. 1 1 2 2. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാത്തിനും റിഫ്ലക്സീവ് എടുത്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പം എല്ലാത്തിനും ഫസ്റ്റ് 1 1 2 2 അത് റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ 1 1 കഴിഞ്ഞാൽ പിന്നെ എന്താ? 1 2 1ൻ്റെ എല്ലാ പേരും എടുത്ത് നോക്കുക. 1 3 1 4 1 5 1 6 1-നെല്ലാം എടുത്ത് നോക്കുക. എന്നിട്ട് പറ്റുന്നുണ്ടോ നോക്കുക. പിന്നെ 2-നെല്ലാം എടുത്ത് നോക്കുക, 3-നെല്ലാം എടുത്ത് നോക്കുക, 4-നെല്ലാം എടുത്ത് നോക്കുക, 5-നെല്ലാം എടുത്ത് നോക്കുക. എന്നിട്ട് അതിന് പറ്റുന്നവരെന്ത് ചെയ്യുക? അതിനകത്ത് നോക്കുക. അപ്പം ഇതിനകത്ത് റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞത് 1 ഏതാണ് നമ്മുടെ സെറ്റ് ഏതായിരുന്നു? 1 2 3 4 5 6. എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാം? പക്ഷേ എന്താണ്, രണ്ടാമത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യയോട് ഹരിക്കാൻ പറ്റണം. അപ്പം നമുക്ക് 1 2 3 4 5 6. അപ്പം എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയും റിലേഷൻ ഉണ്ടാക്കാം. XY എന്താണ്? y ഈസ് ഡിവിസിബിൾ ബൈ x എന്ന് പറഞ്ഞാൽ y ഈസ് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ y-നെ നമുക്ക് ഹരിക്കാൻ പറ്റും ബൈ x കൊണ്ട് എന്ന് പറഞ്ഞാൽ y-നെ ഹരിക്കാൻ പറ്റും x കൊണ്ട് എന്നാണ്. y/x ഈസ് പോസിബിൾ. അത് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെയും 1 1 2 2 എടുത്ത് നോക്കുക. ഇതൊക്കെ എടുക്കുമ്പോഴും 1-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ?
2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ, 3നെ ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ, 4നെ 4 കൊണ്ട്, അതായത് രണ്ടാമത്തെ സംഖ്യ 4 അല്ലേ, അതിനെ ഫസ്റ്റ് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്നാണ് റൂള്. വൈനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. y/x പോസിബിൾ ആണ്, y മുകളിലും. അപ്പം 4/4 പോസിബിൾ അല്ലേ, 5/5 പോസിബിൾ അല്ലേ, 6/6 പോസിബിൾ അല്ലേ, a/a പോസിബിൾ അല്ലേ, എ അപ്പം റിലേഷൻ അല്ലേ, മനസ്സിലായോ? ഇനി അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഇനി രണ്ടാമത്തെ ഇനി ഈ മറ്റ് പെയറുകളൊക്കെ ഇതിലുണ്ടാക്കി നോക്കുക. ഇനി ഒന്നിനെല്ലാം ഉണ്ടാക്കി, ഇനി ഒന്നിന് ആരുണ്ടാക്കാം, ഒന്നിന് 2 വെച്ച് നോക്കാം, ഒന്നിന് 3 വെച്ച് നോക്കാം, ഒന്നിന് 4 വെച്ച് നോക്കാം. എല്ലാം ഒന്നിന് പോസിബിൾ ആവില്ലേ, കാരണം ഒന്നിനെ എല്ലാ സംഖ്യയും 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ, അങ്ങനെ എല്ലാം പറ്റുമല്ലോ. അപ്പോൾ അത് പോസിബിൾ അല്ലേ, പറഞ്ഞ മനസ്സിലായോ? ഇനി നിങ്ങൾ ഒന്നിനപ്പം കഴിഞ്ഞു, ഇനി 2ൻ്റെ നോക്കുക. 2ന് എന്ത് വെക്കുക, 2ന് 1, പക്ഷേ ഒന്നിന് 2ന് പറ്റുമോ, ഒന്നിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 2 പറ്റുമോ, ഇല്ല. 2 പറ്റുമോ, 2ന് എടുത്ത് നോക്കാം. ഇനിയെല്ലാം ഒന്നിനെല്ലാം കഴിഞ്ഞു, ഇനി 2ൻ്റെ എടുത്ത് നോക്കണം നമ്മൾ. 2ന് പെയർ കൊടുക്കുക. 2 പറ്റുമോ, പറ്റുമെന്ന് പറയുന്നവർ ലൈക്ക് അടിക്കൂ. അതായത് രണ്ടാമത്തെ സംഖ്യ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ഒരു ആൻസർ കിട്ടുമോ, ഒറ്റ വാല്യൂ കിട്ടുമോ? ആരാന്ന് പറഞ്ഞാൽ പകുതിയല്ലേ കിട്ടുക, 1/2, 0.5 അല്ലേ. മനസ്സിലായില്ല എന്നാണോ പറയുന്നത്? മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. മനസ്സിലായി. അപ്പോൾ 2 പറ്റില്ല, കാരണം രണ്ടാമത്തെ സംഖ്യ 1 ആണ്, 1നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 2നെ 1 കൊണ്ട് ഹരിക്കാൻ പറ്റും. രണ്ടാമത്തെ സംഖ്യയെ ഫസ്റ്റ് സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റണം, അതാണ് റൂള്. അപ്പോൾ 2 1 പറ്റില്ല. അപ്പോൾ ഇനിയോ 2 2 നോക്കുക. 2 2 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി 2 3യോ, 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റുമെന്ന് പറയുന്നവർ ലൈക്ക്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. 3നെ 2 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക, 3ൻ്റെ പകുതി 1.5 അല്ലേ, അതൊരു വാല്യൂ ആണോ, ഒരു കറക്റ്റ് വാല്യൂ ആണോ, അല്ലല്ലോ. അപ്പോൾ അത് പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നോക്കുക. രണ്ടാമത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പോൾ ഇനി 2 3 പറ്റത്തില്ല. അപ്പോൾ ഒരാൾ ഇതിനകത്ത് ലൈക്ക് പറയുന്നില്ലല്ലോ, മനസ്സിലാവാത്താണോ? ഇതിനകത്ത് നേരത്തെ പറഞ്ഞിരുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് പറയൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. അതായത് നമ്മൾ ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 1 2 3 4 5 6 ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തുണ്ടാക്കണം, ഒരു ഒരു റിലേഷൻ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ എടുത്ത് തുടങ്ങേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തൊട്ടാണ്. 1നെ എടുക്കുക ആദ്യം. അപ്പോൾ 1നെ എടുക്കുക, എന്നിട്ട് ഇതിൽ എങ്ങനെ എടുക്കാമല്ലോ, 1 1 എന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതാണല്ലോ റിഫ്ലക്സീവ് ആണല്ലോ നമ്മൾ, കാരണം ഇക്വാലൻസ് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ റിഫ്ലക്സീവ് ആണല്ലോ നമ്മൾ ആദ്യം എടുക്കേണ്ടത്. 1 1 പറ്റുമോ നോക്കുക, 2 2 പറ്റുമോ നോക്കുക, 3 3 പറ്റുമോ നോക്കുക. കാരണം നോക്കൂ നിങ്ങൾ, എന്താ ഇവിടെ കണ്ടീഷൻ, y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്നാണ്. y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ yനെ എക്സ് കൊണ്ട് ഹരിക്കാൻ പറ്റും, y/x പറ്റുമെന്നാണ്. അങ്ങനെ പറ്റണം. രണ്ടാമത്തെ സംഖ്യയെ, അതായത് 1/1 ആൻസർ കിട്ടണം, 2/2 ആൻസർ കിട്ടണം. രണ്ടാമത്തെ സംഖ്യയെ ഒന്നാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റണം, 3/3 കറക്റ്റ് ആൻസർ കിട്ടണം. പറഞ്ഞു മനസ്സിലായോ? അപ്പം അങ്ങനെ നിങ്ങൾ നോക്കണം. ഇനി നിങ്ങൾ അടുത്തത് 1 1 നോക്കിക്കഴിഞ്ഞാൽ ഇനി 1ന് എന്ത് ചെയ്യുക, അടുത്ത 2 എടുത്ത് നോക്കാം. 1 2 പറ്റുമോ? കാരണം രണ്ടാമത്തെ സംഖ്യയെ, അതായത് രണ്ടാമത്തെ സംഖ്യയെ 1 കൊണ്ട് 2നെ 1 കൊണ്ട് ഹരിക്കാൻ പറ്റും, കറക്റ്റ് അല്ലേ? 1 2 പറ്റും. ഇനി 1നെ ബാക്കി 1 3 പറ്റുമോ നോക്കാം. 1 3 പറ്റും, 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 1 4 4നെ പറ്റും, 1 4 4നെ 1 കൊണ്ട് 4/1 പോസിബിൾ അല്ലേ. 1 5 പറ്റും, 5/1 പോസിബിൾ ആണ്. അതായത് y/x പോസിബിൾ ആവണം. y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ y/x പറ്റണം. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യയോട് ഹരിക്കാൻ പറ്റണം. അപ്പോൾ ഇതെല്ലാം പറ്റും. ഇനി അങ്ങനെ പറ്റുന്നത് നിങ്ങൾ നോക്കുമ്പം ഇനി എന്ത് ചെയ്യില്ല, ഇനി 2ൻ്റെ അടുത്ത് നോക്കാം. 2 1 പറ്റുമോ? അതായത് 1/2 എഴുതാൻ പറ്റണം. രണ്ടാമത്തെ സംഖ്യയെ ഫസ്റ്റ് 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ, കറക്റ്റ് ഡിവിഷൻ ആണോ? അല്ലല്ലോ, പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് നിന്ന് എല്ലാ പെയറുകളും, ഇതിനകത്ത് പോസിബിളായ പെയറുകളൊക്കെ നോക്കുക. അപ്പോൾ 2ന് 1 പറ്റൂല, അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റൂല. 2ന് 2 ഓൾറെഡി എടുത്തിട്ടുണ്ട്. 2ന് 3 അതും പറ്റൂല, കാരണം 3/2 എന്ന് പറഞ്ഞാൽ എന്താ, 1.5 ആണ്. അപ്പോൾ 2ന് 4 പറ്റും, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2ന് 5 പറ്റത്തില്ല, അപ്പോൾ അത് പറ്റൂല, ഒഴിവാക്കണം. 2ന് 6 പറ്റും, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടൂലേ. അപ്പോൾ എടുക്കേണ്ട രീതി മനസ്സിലായോ?
അപ്പം അങ്ങനെ ചെയ്തിട്ട് നിങ്ങളത് ചെയ്ത് നോക്കൂ. അതിനകത്ത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു സെറ്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് സിമ്പിളാണിത്. ഇതിൽ 1 2 ഉണ്ട്, 1 2 ഉണ്ട്, പക്ഷെ 2 1 ഉണ്ടോ? തിരിച്ചിട്ടും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സിമെട്രിക് അല്ല. ഇനി 1 2 ഉണ്ട്, 2 വെച്ച് തുടങ്ങുന്ന വേറെ ഏതെങ്കിലും നോക്കുക. 2 4 ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 കട്ട് ചെയ്തിട്ട് 1 4 വേണ്ടേ? 1 4 ഉണ്ട്. ഇനി എല്ലാത്തിനും അങ്ങനെ ഉണ്ടോ നോക്കുക. 1 3 ഉണ്ട്, 3 6 ഉണ്ട്, 1 6 ഉണ്ട്. പിന്നെയോ 1 4, പിന്നെ 1 വെച്ച് തുടങ്ങുന്ന ഒക്കെ അതിനകത്ത് പറഞ്ഞു. 1 2 പറഞ്ഞു, 1 3 വെച്ച് തുടങ്ങുന്ന 3 6 പറഞ്ഞു. 1 4 4 വെച്ച് തുടങ്ങുന്ന വേറെ ഏതാ? 4 വെച്ച് തുടങ്ങുന്ന 4 4, അങ്ങനെയെങ്കിൽ 1 4 അതും ഉണ്ട്. 1 5, ഇനി 5 വെച്ച് തുടങ്ങുന്ന ഏതാ ഉള്ളത്? 5 5, അപ്പോൾ അതുണ്ട്. 1 6 വെച്ച് തുടങ്ങുന്ന ഏതാ? അതും. എല്ലാം ട്രാൻസിറ്റീവിൻ്റെ റൂൾ ഇത് ശരിയാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? 1 3 ഉണ്ട്, 3 6 ഉണ്ട്, അപ്പോൾ 1 6 ഉണ്ട്, 1 6 1 6 ഉണ്ട്. അപ്പം ഇത് ട്രാൻസിറ്റീവിൻ്റെ റൂൾ ഇതിനകത്ത് ആരും തെറ്റിക്കുന്നില്ലല്ലോ? യെസ്, ഐ തിങ്ക് ഇതിനകത്ത് ട്രാൻസിറ്റീവിൻ്റെ ട്രാൻസിറ്റീവാണ്. കാരണം അത് പോസിബിളാണ്, അത് പോസിബിളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പോസിബിളാണ് ഇതിനകത്ത്. അപ്പം ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ വേണമെങ്കിൽ എഴുതാം. 2 രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇങ്ങനെയാണ്. എ ഉണ്ടോ നോക്കൽ എങ്ങനെയാ? എനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എ ഇതിലുണ്ടാകും എന്ന് പറഞ്ഞാൽ ഇതിൽ ആർക്കും ഇത് പറ്റും. 1 1 2 2 ഒക്കെ ഉണ്ടാകും. എനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ 1 കിട്ടൂലേ? കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, എ ബി ഉണ്ട് എന്ന് പറഞ്ഞോളൂ. ട്രാൻസിറ്റീവ് എങ്ങനെ, സിമെട്രിക് എങ്ങനെ നോക്കുക? എ ബി ഉണ്ട് എന്ന് പറഞ്ഞാൽ ബി ബൈ എ പോസിബിൾ ആണല്ലോ. ബി ബൈ എ പോസിബിൾ ആണ്. ബി ബൈ എ ഈസ് പോസിബിൾ. ബി ബൈ എ പോസിബിൾ ആണെങ്കിലും എ ബൈ ബി എന്താവില്ല? പോസിബിൾ ആവില്ല. മനസ്സിലായില്ലേ? ബി ബൈ എ പോസിബിൾ ആണെങ്കിലും എ ബൈ ബി എന്താവില്ല? എ ബൈ ബി ഈസ് എക്സാക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ നോക്കിയാലും നിങ്ങൾ 4നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പക്ഷെ 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് കിട്ടൂല. അത് ചെറിയ സംഖ്യ മുകളിൽ വരുമ്പോൾ തന്നെ അത് പോയില്ലേ? അപ്പം ബി ബൈ എ പറ്റുമെങ്കിലും എ ബൈ ബി ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് ഇത് സിമെട്രിക് ആവില്ല. പറഞ്ഞു മനസ്സിലായോ? ഇത് പറഞ്ഞു മനസ്സിലായോ? ബി ബൈ എ പറ്റും, പക്ഷേ എ ബൈ ബി പറ്റൂല. കാരണം നോക്കൂ നിങ്ങൾ, ഇപ്പം 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. തിരിച്ചിട്ടാ പറ്റൂല. മാത്സിൽ അങ്ങനെയാണ്. ബി ബൈ എ പറ്റുന്ന, എ ബി ഉണ്ട് എന്ന് പറഞ്ഞാൽ ബി ബൈ എ പറ്റും, പക്ഷേ എ ബൈ ബി ഈസ് നോട്ട് പോസിബിൾ. എ ബൈ ബി ഈസ് നോട്ട് പോസിബിൾ. എ ബൈ ബി ഈസ് എക്സാക്ട്ലി നോട്ട് ഡിവിസിബിൾ. എ ബൈ ബി ഈസ് എക്സാക്ട്ലി നോട്ട് ഡിവിസിബിൾ. എക്സാക്ട്ലി നോട്ട് ഡിവിസിബിൾ. സോ എ ബി ഉണ്ടാവില്ല. സോ ബി എ ഉണ്ടാവില്ല. ബി എ നോട്ട് എലമെൻറ്റ് റിലേഷൻ. അപ്പം ഇതാണ് ഇതിൻ്റെ റിഫ്ലക്സീവ്. ചെക്ക് റിഫ്ലക്സീവ് ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ആ നമ്പർ നോക്കിയിട്ട് എഴുതാം. ചെക്ക് റിഫ്ലക്സീവ്. ഇനി ഇതിനകത്ത് ചെക്ക് എന്താണ്? സിമെട്രിക് ഇങ്ങനെയാണ്. ചെക്ക് സിമെട്രിക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. എ ബി ഉണ്ട്, അതുകൊണ്ട് ബി ബൈ എ പോസിബിൾ ആണ്. പക്ഷേ എ ബൈ ബി എന്താവില്ല? പോസിബിൾ ആവില്ല. ബി ബൈ എ പോസിബിൾ ആണെങ്കിൽ എ ബൈ ബി എക്സാക്ട്ലി നോട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി എ ഉണ്ടാവില്ല എന്നാണ് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ പറ്റി നിങ്ങൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഈ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ രീതിയിൽ ഇത് ചെയ്യാം. ഇങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഈ രീതി നോക്കിയിട്ട് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കാം. അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിലും അതിനകത്ത് ചെയ്യാം. അപ്പം ഈ പറയുന്ന രീതി അത് നിങ്ങളതിനകത്ത് എ ഉണ്ട്, എ ബൈ എ പോസിബിളാണ്, അതുകൊണ്ട് റിഫ്ലക്സീവാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ എഴുതേണ്ടത് എന്താണ്? ഓക്കെ, ഒറ്റ സെക്കൻഡ്. ചെക്ക് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെക്ക് റിഫ്ലക്സീവ് ഇനി ചെറിയ ഒരു പോർഷൻ ഇതിനകത്ത് ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റനുകൾ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റനുകളുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. പക്ഷെ മേജർ ഇതിനകത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. എ അംഗമാണ് റിലേഷൻ. അപ്പോൾ എ മൈനസ് എ എന്താണ്? എ ബൈ ബി. അതിനകത്ത് എ ബൈ ബി ഈസ് പോസിബിൾ. എ ബൈ എ ഈസ് പോസിബിൾ. സോ റിഫ്ലക്സീവ്. ഇനി നിങ്ങൾ ചെക്ക് സിമെട്രിക് എഴുതാം. സിമെട്രിക്കിന് എന്താണ്? എ ബി അംഗമാണ് നമ്മൾ ആദ്യം തന്നെ അങ്ങ് പറയുകയാണ്. അതിനർത്ഥം എ ബൈ ബി ഈസ് ബി ബൈ എ ഈസ് പോസിബിൾ. രണ്ടാമത്തേന് ഒന്നാമത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. ബി ബൈ എ ഈസ് പോസിബിൾ.
എക്സാക്ട്ലി ഡിവിസിബിൾ എന്ന് എഴുതിയാലും മതി. ബി ബൈ എ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ. എക്സാക്ട്ലി ഡിവിസിബിൾ അത് എഴുതിയാൽ മതി. ബട്ട് ഈ കേസിൽ എന്താവില്ല, എ ബൈ ബി ഈസ് നോട്ട് ഡിവിസിബിൾ, നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ. എ ബൈ ബി കറക്റ്റ് എന്താവില്ല, ഡിവിസിബിൾ ആവില്ല. സോ ബി എ ഉണ്ടാവില്ല. ബി എ നോട്ട് എലമെൻ്റ് റിലേഷൻ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. വളരെ സിമ്പിളാണ്, ചെക്ക് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തത്, അപ്പം ഇത് നിങ്ങൾ എടുത്തു വെച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, എടുത്തു വെച്ചു എന്ന് വിചാരിക്കുന്നു. സോ മൂന്നാമത്തെ നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് പറയുക, ചെക്ക് ട്രാൻസിറ്റീവ്. ചെക്ക് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എങ്ങനെയാണ് നോക്കുക? ട്രാൻസിറ്റീവ് നോക്കുന്നത് എങ്ങനെയാണ്? ട്രാൻസിറ്റീവ് നോക്കുന്നത് ചെക്ക് ട്രാൻസിറ്റീവ്. എ ബി ഉണ്ട് നമ്മളങ്ങ് പറയുകയാണ്. അതിനർത്ഥം എന്താ? ബി ബൈ എ ഈസ് ഡിവിസിബിൾ, ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ. ഇനി നമ്മൾ എന്താ പറയുക, ബി സി ഉണ്ട് എന്നും അങ്ങ് പറയണം. മനസ്സിലായില്ല? അതാണ് ട്രാൻസിറ്റീവിൻ്റെ റൂൾ. എ ബിയും ബി സിയും അതിലുണ്ടെങ്കിൽ എ സി ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് രണ്ടും ഉണ്ട് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം സി ബൈ ബി എന്താണ്? ഡിവിസിബിൾ ആണ്. സി ബൈ ബി ഈസ് ഡിവിസിബിൾ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കൂ. ബി ബൈ എ ഇൻറ്റു സി ബൈ ബി എന്താ? ഇതിനെ ഗുണിക്കുക. അതിനെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരം എന്താണ്? അതും ഡിവിസിബിൾ ആണ്. അപ്പം ഇവിടെ ബി ബൈ എ ഇൻറ്റു സി ബൈ ബി എന്ന് പറഞ്ഞാൽ ബിയും ബിയും കട്ടായിട്ട് ബാക്കി എന്താ കിട്ടുക? സി ബൈ എ ഈസ് ആൾസോ ഡിവിസിബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സി എ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എ സി ഇതിലുണ്ട് എന്നാണ്. എ സി ഈ എലമെൻ്റ് ഓഫ് റിലേഷനാണ്. അപ്പം ഇതിങ്ങനെയാണ് നോക്കുന്നത്. ബി ബൈ എ പറ്റും, സി ബൈ ബി പറ്റുമെങ്കിൽ അതിനെ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരവും എന്താണ്? പറ്റും. അപ്പോൾ ഗുണിച്ചാൽ കിട്ടുന്നത് സി ബൈ എ ആണ്. സി എ ബി എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം അതിനർത്ഥം എ സി ഉണ്ട് എന്നാണ്. പറഞ്ഞത് മനസ്സിലായോ? ബി എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, സി എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം ഏതാ? ബി ഇവിടെ കട്ടായി പോകും. അപ്പോൾ സി ബൈ എ കിട്ടുക. അപ്പോൾ സി ബൈ എ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ എ സി ഉണ്ട് എന്നാണ്. അപ്പം ഇതാണ് ട്രാൻസിറ്റീവിൻ്റെ റിലേഷൻ. അപ്പം ഇന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. ഇനി വളരെ എളുപ്പമുള്ളൊരു സെക്ഷൻ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യും കേട്ടോ. അടുത്ത ചാപ്റ്റർ ഏതാണെന്ന് ഞാൻ പറയാം.